സന്ദീപ് വാര്യർ ഒപ്പം നമ്മൾ കാണേണ്ടത് കാര്യമായി എവിടെയും ഒരു ഒരു തരത്തിലുള്ള പ്രതിഫലനം അല്ലെങ്കിൽ ഒരു കണ്ടംനേഷൻ ഉണ്ടായിട്ടില്ല. ചൈന നമുക്കറിയാം പാകിസ്ഥാന്റെ രക്ഷകർത്തൃത്വ രാജ്യമാണ്. ചൈനയുടെ സ്റ്റേറ്റ്മെന്റിൽ റിഗ്രറ്റബിൾ എന്ന വളരെ മൃദുവായ ഒരു വാക്കുണ്ട് എന്നുള്ളത് വെച്ചാൽ തൊട്ടടുത്ത വരിയിൽ അവർ ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്നുകൂടി പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയെ ആർക്കും കണ്ണുരുട്ടി കാണിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഷർ ബിൽഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി ആഗോളതലത്തിൽ എന്ന് വിലയിരുത്താമോ? ഇതിൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഈ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡിൽ ഇന്ത്യ ഒരു എക്കണോമിക് ജയൻ്റായിട്ട് വളരുന്നു. ഒന്ന്, ഇന്ത്യയുടെ ഒരു വലിയ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉണ്ട്. 140 കോടി ജനങ്ങളുടെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ചൈന പോലെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യയെ തള്ളിപ്പറയാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. പാകിസ്ഥാന് വെറുതെ പ്രതീക്ഷിക്കാം, ചൈന പിന്തുണയ്ക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ വാക്കുകളിലൂടെയുള്ള ചില മധുരം പുരട്ടിയ പിന്തുണയ്ക്കപ്പുറം റിയലി ഒരു ഗ്രൗണ്ട് ലെവലിൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ചൈനയുടെ പോളിസി എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു മുന്നണി മാത്രം എന്നുള്ളതാണ്. ചൈനയ്ക്ക് ഓൾറെഡി നിരവധി തലവേദനകളുണ്ട്. തായ്വാൻ അടക്കമുള്ള, ജപ്പാൻ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരിക്കലും ഇന്ത്യയുമായിട്ടൊരു ഫ്രണ്ട്, അതും പാകിസ്ഥാൻ്റെ പേരിൽ തുറക്കാൻ ഒരിക്കലും താല്പര്യമുണ്ടാകില്ല എന്നുള്ളത് നമുക്കൊക്കെ സാമാന്യ ബോധമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇൻ്റർനാഷണൽ പ്രഷറിനെ കുറിച്ചാണ്. നോക്കിപ്പം ഇന്ത്യയുടെ ഒരു 10, 40, 50 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വളർച്ച ലിബറലൈസേഷന് ശേഷം 91 ശേഷമുള്ള ഇന്ത്യയുടെ ഒരു വളർച്ചയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഒരു ട്രേഡ് ബന്ധമുണ്ട്, വലിയ തോതിലുള്ള ട്രേഡ് ബന്ധമുണ്ട്. അതിനെയൊന്നും ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ഒരു രാജ്യവും ആഗ്രഹിക്കില്ല. അപ്പോൾ അതൊരു കാര്യം. രണ്ട്, ഇനിയിപ്പോൾ ഈവൻ ലോകരാജ്യങ്ങൾ എതിരായി എന്ന് വെച്ചോളൂ. ഇതൊക്കെ ഒരു ഈ സിറ്റുവേഷൻ തുടങ്ങുന്നതിന് മുമ്പാണല്ലോ ഈ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള ചർച്ചകൾക്കൊക്കെ പ്രാധാന്യമുള്ളത്. ഇപ്പം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ തോതിൽ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ റഷ്യക്കെതിരെ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ നിലപാടെടുത്തു? അതവരെ ബാധിച്ചിട്ടുണ്ടോ? അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ലോകത്ത് ഏതൊരു രാജ്യവും അതേ ചെയ്യുള്ളൂ. ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ കണ്ടംനേഷനോ അത്തരം കാര്യങ്ങളൊക്കെ പിന്നെ വലിയ പ്രസക്തിയൊന്നുമല്ല. ഉദാഹരണത്തിന് 1971 ലോകത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ വശത്തായിരുന്നു. 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് അയച്ചില്ലേ അമേരിക്കൻ പ്രസിഡന്റ്? ആ അമേരിക്കൻ പ്രസിഡന്റിനോട് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത്? അമേരിക്കൻ പ്രസിഡന്റിനോട് 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്നതുപോലെ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി. അന്ന് പോലും 71 സമയത്ത് പോലും നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ നിരവധി യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്നത്തേതുപോലെയുള്ള ഒരു എക്കണോമിക് പവർ ഹൗസ് അല്ല അന്ന്. എന്നിട്ട് പോലും നമുക്ക് ആ നിലപാടെടുക്കാനും അമേരിക്കയെ പോലും വെല്ലുവിളിക്കാനും നമുക്ക് അന്നും സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ മേഘദൂത് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതുപോലെ നിരവധി ഓപ്പറേഷൻ, സിയാച്ചിൻ പിടിച്ചെടുത്ത് അടക്കമുള്ള ഓപ്പറേഷൻസ്, മേജർ സാറിന് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ അറിയുമായിരിക്കും. അപ്പോൾ അത്തരം ഓപ്പറേഷൻസൊക്കെ ഇന്ത്യൻ ആർമി എപ്പോഴും, രാജ്യം എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് അതിൻ്റെ പവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു പ്രൊഫഷണൽ സൈന്യമാണ്. പാകിസ്ഥാൻ്റേതുപോലെയുള്ള ഒരു സൈന്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവമുള്ള ഒരു സൈന്യമല്ല. അച്ചടക്ക ബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഒരു പ്രൊഫഷണൽ സൈന്യമാണ്. ആ പ്രൊഫഷണൽ സൈന്യം ഇന്ന് അതിൻ്റെ മുഴുവൻ കേപ്പബിലിറ്റിയും കാണിച്ചു. പാകിസ്ഥാന് ഇതോടുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ മുന്നോട്ട് പോയി പാകിസ്ഥാൻ്റെ ഈ ടെറർ നെറ്റ്വർക്ക് പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ സംയമനം പാലിച്ച് പാകിസ്ഥാൻ പുറകോട്ട് പോകുന്നതാണ് അവർക്ക് നല്ലത്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഫുൾ ഫോഴ്സ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക മാപ്പിൽ ബാക്കി ഉണ്ടാവില്ല. പിന്നെ അവരുടെ ന്യൂക്ലിയർ ത്രെട്ടാണ്, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് അത് കുറേ കാലമായിട്ട് അവർ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് കൊണ്ടൊന്നും ഇപ്പോൾ ലോകത്ത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് മേൽ ഒരു ന്യൂക്ലിയർ ബോംബ് വർഷിക്കാനുള്ള ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധവും 2 ന്യൂക്ലിയർ പവർ തമ്മിലുള്ള യുദ്ധമല്ലേ? ലോകത്തെ ഏറ്റവും അധികം ആണവ പോർമുനകളുള്ളത് റഷ്യയുടെ കയ്യിലാണ്. മറുവശത്ത് ഉക്രൈൻ പറയുമ്പോൾ നാറ്റോ തന്നെയാണ്. അപ്പോൾ 2 കൂട്ടരുടെ ഭാഗത്തും ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്, പക്ഷേ 2 കൂട്ടർ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗൊക്കെ വെറും പിപ്പിടികാട്ടലാണ്. അതിലപ്പുറം പാകിസ്ഥാൻ ഒന്നുമില്ല. അത് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ പിച്ചച്ചട്ടി എടുത്ത് കിടക്കുന്ന ഒരു പരാജിത രാജ്യം മാത്രമാണ്, ഒരു തെമ്മാടി രാജ്യമാണ്. ആ തെമ്മാടി രാജ്യത്തിന് അർഹിക്കുന്ന ശിക്ഷയാണ് ഇന്ത്യൻ സൈന്യം എന്ന് കൊടുത്തിട്ടുള്ളത്.